വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മെ വേദനിപ്പിക്കുന്നവരിൽ ദൈവിക പദ്ധതി കാണുക, ദൈവത്തിൻ്റെ ഇടപെടൽ കാണുക, ശത്രുവിൽ ദൈവത്തിൻ്റെ കരം കാണുന്ന ഒരഭിഷേകം. ഇതിനെ ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ശാന്തമായി വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലുണ്ടാവട്ടെ. വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളിൽ ആഴമായ സൗഖ്യവും വിടുതലും മാനസാന്തര അനുഭവവും പകരട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ. ആത്മാവും ജീവനുമായ വചനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ചരിക്കുവാൻ വേണ്ട ആത്മീയ കൃപകളാൽ സമ്പന്നരാക്കണമേ. പാപത്തെയും പാപസാഹചര്യത്തെയും വെറുത്തുപേക്ഷിക്കുവാൻ, ജീവിത യാഥാർത്ഥ്യങ്ങളെ ദൈവിക പദ്ധതിയോട് ചേർന്ന് കാണുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. സ്വർഗം മുഴുവൻ്റെയും സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കും. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു ദാവീദ്. ദാവീദ് രാജാവ് തൻ്റെ മകനായ അബ്സലോമിനെ ഭയന്ന് ഒളിവിൽ കഴിയുന്ന ചിത്രം നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ കാണുന്നുണ്ട്. അബ്സലോമിനെ ഭയന്ന് ഒളിവിലായിരിക്കുന്ന ദാവീദ് രാജാവ്
പല സ്ഥലങ്ങളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു ദിവസം അദ്ദേഹം 16-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നതനുസരിച്ച്, ബഹൂറിമിലെത്തിയപ്പോൾ സാവൂളിൻ്റെ ബന്ധുവായ ഗേരയുടെ മകൻ ശിമേയി ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. ശിമേയി എന്ന് പറയുന്ന സാവൂളിൻ്റെ ബന്ധുവായ ഒരു മനുഷ്യൻ ദാവീദിനെ എതിരെ ശാപം ചൊരിഞ്ഞുകൊണ്ട് വരികയാണ്. അവൻ ദാവീദിൻ്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. അപ്പോൾ ദാവീദും അനുചരന്മാരും നടന്നു പോകുന്ന വഴിയിൽ ഒരുവൻ വന്ന് ശാപം ചൊരിയുക മാത്രമല്ല, അത് നമുക്ക് പിന്നെയും സഹിക്കാം, അവൻ കല്ലെറിയുകയാണ് ഓരോരുത്തരെ. എന്നിട്ട് ദാവീദ് ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവൻ വീണ്ടും വിളിച്ചു പറയുകയാണ്, ദാവീദിൻ്റെ അംഗരക്ഷകന്മാർ അവന് ചുറ്റിലും നിന്നു ഈ കല്ലേറ് ദാവീദിനിട്ട് കിട്ടാതിരിക്കാൻ. അപ്പോൾ അവൻ വിളിച്ചു പറയുക, കൊലപാതകി, നീജ, നീ കടന്നു പോകൂ. ഇസ്രായേലിൻ്റെ രാജാവിനോടാണ് പറയുന്നത്, കൊലപാതകി, നീജ, നീ കടന്നു പോകുമെന്ന്. അപ്പോൾ സാവൂളിൻ്റെ സ്ഥാനത്ത് വാഴുന്ന നീ കർത്താവിൽ നിന്ന് പ്രതികാരം സ്വീകരിക്കുകയാണ്. കർത്താവ് നിന്റെ മകൻ അബ്സലോമിന് രാജത്വം നൽകിയിരിക്കുന്നു. നിന്റെ നാശം അടുത്തു. നിന്റെ രക്തം, നീ രക്തം ചൊരിഞ്ഞവനാണ്. ഇങ്ങനെ ഒരു രാജാവിൻ്റെ പുറകെ നടന്ന് ശാപവാക്കുകൾ ചൊരിയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടെയുള്ള അനുചരന്മാർ ദാവീദിനോട് പറയുന്നുണ്ട്, ഈ ചത്ത പട്ടി യജമാനനായ രാജാവിനെ ശപിക്കുന്നു, ഞാൻ അവൻ്റെ തല വെട്ടിക്കളയട്ടെ. അവരുടെ കൂട്ടത്തിൽ നിന്ന് അഭിഷായി എന്ന് പറയുന്ന ഒരു സൈനികൻ പറയുകയാണ്, അംഗരക്ഷകൻ പറയുകയാണ്, ദാവീദിന് അനുവാദത്തിനായിട്ട് നിൽക്കുകയാണ്, ലിയോ രാജാവേ, ഞാൻ അവൻ്റെ തല വെട്ടിയെടുക്കട്ടെ. ഇത് സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം തോന്നുന്ന ഒരു വികാരമാണ്. അപ്പോൾ അവിടെ ദാവീദ് പറയുന്നൊരു മറുപടി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഹൃദയത്തെ ഭേദിച്ച് ചെല്ലേണ്ട ഒരു വചനമാണ്. രാജാവ് പറഞ്ഞു, സെരൂയ പുത്രന്മാരെ, നിങ്ങൾക്കെന്ത് കാര്യം? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും? ദാവീദിൽ നിറഞ്ഞൊരു വലിയ ബോധ്യമാണത്. തന്നെ ശപിക്കുകയും കല്ലെറിയുകയും ചെയ്യുന്ന ശിമേയി എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെങ്കിൽ അവനെതിരെ വാളെടുക്കാൻ ആർക്ക് കഴിയും? അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചതുകൊണ്ടാണ് അവൻ ശപിക്കുന്നത്. കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും യാത്ര തുടർന്നു. ശിമേയിയും നടന്നകുന്നു. മലമുകളിൽ ദാവീദിന് സമാന്തരമായി അവൻ നടന്നു. അവൻ ശപിക്കുകയും കല്ലും മണ്ണും വാരി എറിയുകയും ചെയ്തുകൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദിന് മഹത്വം ഉണ്ടാവട്ടെ. ദാവീദിൽ നിറഞ്ഞൊരു അഭിഷേകം നമ്മളിൽ നിറയട്ടെ. ദൈവം കൽപ്പിച്ചിട്ടാണ് ഇവൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് എനിക്ക് തിരിച്ചറിയണം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 3-ാം തിരുവചനം ഇപ്രകാരമാണ്: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. നിങ്ങളുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നതൊക്കെയും വിശുദ്ധിയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. ദാവീദിന് ഈ ബോധ്യം ലഭിച്ചു. ദൈവം പറഞ്ഞിട്ടാണ്, ദൈവം കൽപ്പിച്ചതനുസരിച്ചാണ് ഇവൻ ശപിക്കുകയും മണ്ണും കല്ലും വാരി എറിയുകയും ചെയ്യുന്നത്. അവനെ വെറുതെ വിട്ടേക്കൂ. ഈ വെറുതെ വിടലിൻ്റെ ഒരു അഭിഷേകം നമ്മളെ വേദനിപ്പിക്കുന്നവരെ,
നമ്മളെ കല്ലെറിയുന്നവരെ, നമ്മളെ നിന്ദിക്കുന്നവരെ, അവരെൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തോടെ വെറുതെ വിടാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഈ ഒരു അഭിഷേകത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആത്മാർത്ഥമായി ക്ഷമിക്കാൻ ദൈവകരങ്ങളിൽ നിന്ന് വരുന്നതാണെന്നുള്ള ബോധ്യത്തോടെ ദൈവകരങ്ങളിലേക്ക് തന്നെ തിരികെ കൊടുക്കാൻ, ദൈവത്തിന് നാമം അതിലൂടെ മഹത്വപ്പെടാൻ ഇടയാകാൻ, ഒന്ന് വിട്ടുകൊടുക്കാൻ, തോറ്റുകൊടുക്കാൻ, പോട്ടെ എന്ന് വെക്കാൻ, വേണ്ട എന്ന് വെക്കാൻ നമുക്കാവുന്നുണ്ടോ? ഇതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടത്. ശിമെയിയോട് ദാവീദ് എടുത്ത നിലപാട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നു മുതൽ നിന്നെ ഉപദ്രവിക്കുന്ന നിൻ്റെ അയൽവാസിയോട് നീ എടുക്കാൻ തയ്യാറായാൽ, നിന്നെ വേദനിപ്പിക്കുന്ന ജീവിത പങ്കാളിയുടെ മുമ്പിൽ നീ എടുക്കാൻ തയ്യാറായാൽ, നിൻ്റെ മാതാപിതാക്കളോടും മക്കളോടും സഹോദരങ്ങളോടും സഹപ്രവർത്തകരോടുമൊക്കെ ഈ ഒരു നിലപാടിൽ പെരുമാറാൻ നീ തയ്യാറാകുമ്പോൾ നീ അറിയാതെ ദൈവത്തിൻ്റെ അഭിഷേകം നിന്നിൽ ഉജ്ജ്വലിക്കപ്പെടുകയാണ്. പലപ്പോഴും പഴയ നിയമത്തിലെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന നിയമത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ ഓർക്കണം, പഴയ നിയമത്തിൽ ദാവീദ് രാജാവ്, ദാവീദിൻ്റെ പുത്രനായ ഈശോ മിശിഹ നമുക്ക് കാട്ടിത്തന്ന പരിപൂർണതയുടെ മാർഗം തൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന രംഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഈ ആധുനിക കാലഘട്ടം പ്രതികാരത്തിൻ്റെയും പകയുടെയും കടം വീട്ടലിൻ്റെയും ഒരു കാലഘട്ടമാണ്. രാജാധികാരം മുഴുവനുണ്ടായിരുന്ന രാജാവാണ് തന്നെ ശപിക്കുകയും മണ്ണും കല്ലും വാരിയെറിയുകയും ചെയ്യുന്നവനെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞ് വിട്ടുകൊടുക്കുന്നത്. ക്ഷമയുടെ ഈ ദ്രോഹത്തിന് പിന്നിലുള്ള വിശുദ്ധീകരണത്തിൻ്റെ രഹസ്യമറിഞ്ഞവനാണ് ദാവീദ്. അവൻ എന്നെ ഉപദ്രവിക്കുമ്പോൾ, ദൈവം അതിനായിട്ട് അവനെ നിയോഗിക്കുമ്പോൾ, വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നൊരു ദൈവത്തിൻ്റെ മനം അവൻ അവിടെ അറിയുന്നുണ്ട്. ഈ ഒരു തിരിച്ചറിവ് ഇന്ന് നഷ്ടപ്പെടുന്നതാണ് നമ്മുടെയൊക്കെ പരാജയ കാരണം. സഭയ്ക്കെതിരെ ശത്രുക്കൾ ആഞ്ഞടിക്കുമ്പോൾ എന്തുകൊണ്ട് ദാവീദിനെ പോലെ നമുക്ക് ചിന്തിച്ചുകൂടാ? ദൈവമാണ് അവരെ സഭയ്ക്കെതിരെ തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? സഭയെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ, സഭയെ കൂടുതൽ അഭിഷേകമുള്ളതാക്കി മാറ്റാൻ. പ്രതികാരത്തിൻ്റെയും പകയുടെയും സമരത്തിൻ്റെയും മുഖമല്ല സഭയുടേത്. പിന്നെയോ ദാവീദിനെ പോലെ എതിർക്കുന്നവരെ വെറുതെ വിട്ടേക്കുക. എതിർക്കുന്നവരെ വെറുതെ വിടുന്നൊരു അഭിഷേകം സഭയിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ് കുതിർന്ന മണ്ണിലാണ് സഭ തഴച്ചു വളർന്നത്. നമ്മുടെ മണ്ണിൽ സഭ തഴച്ച് വളരണമെങ്കിൽ, തളരാതെ പുഷ്പിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള എതിർപ്പുകൾ ഉണ്ടാവണം. ഈ എതിർപ്പുകൾക്ക് മധ്യേ വിട്ടുകൊടുക്കാൻ, ജീവൻ കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടാവണം. ആദ്യ രക്തസാക്ഷിയായ സ്തെഫാനോസ് തന്നെ കല്ലെറിഞ്ഞവരെ നോക്കി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ എന്ന്. വിട്ടുകൊടുത്തു. സഭ വളർന്നില്ലേ? സാവൂൾ പൗലോസായി മാറിയില്ലേ? ഈ ശിമെയെ ദാവീദ് വെറുതെ വിടുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ദാവീദ് അവന് വേണ്ടതായ പരിഗണന കൊടുക്കുന്നതും, അവൻ ദാവീദിൻ്റെ ശത്രുപക്ഷത്തല്ല രാജാവിനോടൊപ്പം നിൽക്കുന്നതുമായ കാഴ്ച തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ഈ ജീവിതയാത്ര ദാവീദ് നടന്നുപോയതുപോലെ നമ്മളിങ്ങനെ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ കല്ലുവാരി എറിയുന്ന, മണ്ണുവാരി എറിയുന്ന, ശാപം വർഷിക്കുന്ന, നിന്ദിക്കുന്ന, പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന അനേകരുണ്ടാകാം. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയുടെ അതേ യാത്രയിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകേണ്ടത്. കർത്താവ് എടുത്ത നിലപാട് പോലെ പ്രതികരിക്കാത്ത, വേദനകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാത്ത, പകരം വീട്ടാത്ത,
പ്രതികാരം ചെയ്യാത്ത നിശബ്ദതയുടെ, വിട്ടുകൊടുക്കലിൻ്റെ, തോറ്റുകൊടുക്കലിൻ്റെ ഒരഭിഷേകം ഇന്ന് അന്യം വന്നു പോയിരിക്കുകയാണ്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ധ്യാനങ്ങൾ കൂടുമ്പോൾ, കൺവെൻഷനുകളിൽ പങ്കെടുക്കുമ്പോൾ, വചനം ശ്രവിക്കുമ്പോൾ, ഉദാശകളിലൂടെ അഭിഷേകം പ്രാപിക്കുമ്പോൾ ഈ ഒരു അഭിഷേകം നാം മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. വചനത്തിൻ്റെയും ഉദാശകളുടെയും ഒക്കെ നിറവായി ജീവിതത്തിൽ ഈ അഭിഷേകം വരണം. കർത്താവ് ഈശോ മിശിഹായിൽ നിറഞ്ഞ, ദാവീദിൽ നിറഞ്ഞ അഭിഷേകം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി എത്രത്തോളം നമ്മുടെ ജീവിതങ്ങളെ നാം ഒരുക്കുന്നുണ്ട്? നമുക്ക് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. ഓരോ ദിവസവും നമ്മളെ ശപിക്കുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നമുക്ക് വേദനകളും നൊമ്പരങ്ങളും സമ്മാനിക്കുന്ന എത്ര ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒരുപക്ഷെ നാം യാത്ര ചെയ്യുമ്പോഴായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, നമ്മുടെ കുടുംബത്തിലായിരിക്കാം, ഇടപെടലുകളിലായിരിക്കാം. പല വ്യക്തികളും തിന്മയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്ന എന്തിനാണെന്നറിയോ? അതിൻ്റെ പിന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ട് തിരുവചനമനുസരിച്ച്. 1, നമ്മളെ വിശുദ്ധീകരിക്കുക. 2, അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. ദൈവിക പദ്ധതി അതാ. എന്നെ വേദനിപ്പിക്കുന്ന വ്യക്തി എന്നെ വിശുദ്ധീകരിക്കാനാണ് വേദനിപ്പിക്കുന്നതെന്നും, എന്നെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ മാനസാന്തരപ്പെടുത്തി ദൈവ പൈതലാക്കി മാറ്റണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അതിൻ്റെ പിന്നിലുണ്ടെന്നും തിരിച്ചറിയുമ്പോൾ അവിടെയാണ് ദൈവരാജ്യം വളരുന്നത്. അവിടെയാണ് അനേകം സാവുളുമാർ പൗലോസായി രൂപാന്തരപ്പെടുന്നത്. അവിടെയാണ് ക്ഷമയുടെ സുവിശേഷം ഇന്നും ജീവിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും ചുട്ടുകൊന്നവരോട് നിരുപാധികം ക്ഷമിച്ച ഗ്രഹാം സ്റ്റേൽസിൻ്റെ ഭാര്യയെപ്പോലെ, റാണി മരിയയുടെ ഘാതകനോട് ക്ഷമിച്ച കുടുംബത്തെപ്പോലെ, എന്തിനേറെ തങ്ങളുടെ മകൻ അല്ലെങ്കിൽ സഹോദരൻ കുത്തേറ്റു മരിച്ച് മൃതസംസ്കാരം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം ഘാതകൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന് ആ ഭവനത്തിൽ പ്രാർത്ഥിച്ചനുഗ്രഹിച്ച കപ്പിയാരുടെ കുത്തേറ്റു മരിച്ച പ്രിയപ്പെട്ട വൈദികൻ്റെ കുടുംബത്തെ പോലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് മധ്യത്തിൽ വേദനിപ്പിച്ചവനെ മാറോട് ചേർക്കാൻ, അവനെ കർത്താവിൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയുമ്പോൾ നമ്മളിലെ അഭിഷേകം വർദ്ധിക്കുന്നതോടൊപ്പം അനേകരിലേക്ക് ഈ അഭിഷേകത്തിൻ്റെ അലയടികൾ പടർന്ന് പന്തലിക്കുകയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. രാഷ്ട്രീയ കൊലപാതകങ്ങൾ പകരത്തിന് പകരമായി നടക്കുന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ പാർട്ടിക്കാരും തങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എണ്ണത്തിനൊരു സന്തുലിതാവസ്ഥ വരാൻ വേണ്ടി നിരന്തരമായി പകരത്തിന് പകരമെന്നോണം കൊലപാതകങ്ങൾ നടക്കുന്നൊരു കാലഘട്ടത്തിലാണ്. കുടുംബങ്ങൾ തമ്മിലുള്ള പോര് മുറുകുന്ന, വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യം വർദ്ധിക്കുന്ന, സഭകൾ തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുന്ന, ഇടവകകൾ തമ്മിലും ഇടവകയ്ക്കുള്ളിലും പ്രതികാര ഭാവം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വചനം നമ്മുടെയൊക്കെ ജീവിതചര്യയിൽ ഒരു മറുമരുന്നാകണം. ദൈവമാണ്, ദൈവമായ കർത്താവാണ് എനിക്കെതിരെ തിന്മ പ്രവർത്തിക്കാൻ അവനെ നിയോഗിച്ചിരിക്കുന്നത് എന്ന സത്യം എന്ന് ഞാൻ തിരിച്ചറിയും.
അവനിലൂടെ ഞാൻ അറിയാതെ ഒരു വിശുദ്ധീകരണം എന്നെ നടക്കുന്നുണ്ട്. പൂർവ്വ യോസേപ്പിൻ്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ അവൻ തുറന്നു പറയുന്ന, തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന രംഗത്ത് ഒരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. സഹോദരന്മാരോട് യോസേപ്പ് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നമുക്കെല്ലാവർക്കും നന്മയാക്കി മാറ്റിയെന്ന്. ദൈവം എല്ലാറ്റിനെയും നന്മയാക്കി മാറ്റുന്ന സർവ്വനന്മ സ്വരൂപനാണ്. സഹോദരങ്ങളെ, നിങ്ങളെനിക്ക് തിന്മയാണ് ചെയ്തത്. നിങ്ങളെന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടായിരിക്കാം, നിങ്ങളെന്നെ വിറ്റു കാശാക്കിയായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോന്നും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയായിട്ട്, നമ്മുടെ കുടുംബത്തിന്, ഈ ദേശത്തിന് മുഴുവൻ നന്മയാക്കി ആയിട്ട് ദൈവം മാറ്റിയില്ലേ? ഈയൊരു വെളിച്ചം, ഈയൊരു ക്ഷമയുടെ വെളിച്ചം, ഈയൊരു സ്നേഹത്തിൻ്റെ വെളിച്ചം, എന്തിൻ്റെയും ഏതിൻ്റെയും പിന്നിലുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയുന്നൊരു വെളിച്ചം ഇന്ന് അസ്തമിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വേരുപാകേണ്ടത്. തകർക്കാനുള്ള സാധ്യതകൾ മുഴുവനുമുള്ള ഒരു രാജാവ് തല വെട്ടിയെറിയട്ടെ എന്ന് ആക്രോശിക്കുന്ന തൻ്റെ ദാസൻ്റെ മുമ്പിൽ അവനെ വെറുതെ വിട്ടേക്കൂ എന്ന് പറയുന്ന രാജാവിൻ്റെ ധീരത. കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാ, നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കുക എന്ന വെല്ലുവിളിക്ക് മുമ്പിൽ ധീരതയോടെ നിലകൊണ്ട് അവിടെ ശാന്തത കൈവിടാതെ മരണം വരിച്ച് വിജയം നേടിയ ഈശോ മിശിഹ. ഈ മാതൃകകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാത്തതിൻ്റെ ദുരന്തഫലങ്ങൾ പേറുന്ന അനേകം കുടുംബങ്ങൾ, അനേകം വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ക്ഷമിക്കാനാവാത്ത, മറക്കാനാവാത്ത, പൊറുക്കാനാവാത്ത, വിട്ടുകൊടുക്കാനാവാത്ത, തോറ്റുകൊടുക്കാനാവാത്ത, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന പിടിവാശിയുടെ ബന്ധനത്തിൽ കഴിയുന്ന എല്ലാവർക്കും ഈ വചനം ഒരു ദൈവിക ദൂതായി മാറട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ, ഈ വചനം ഈ അന്തരീക്ഷത്തിൽ നിറയുന്ന നിമിഷങ്ങളിൽ ഈ വിധത്തിലുള്ള തിന്മയുടെ കെട്ടുകളെ അഴിക്കട്ടെ. യേശുവിൻ്റെ അത്ഭുത വചനത്തിൻ്റെ ശക്തിയാൽ പകയുടെയും വിദ്വേഷത്തിൻ്റെയും പ്രതികാര ചിന്തയുടെയും എല്ലാ ദുഷ്ടാരൂപികളും നിർവീര്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ തലമുറകളിൽ നിന്ന്, ഈ അന്തരീക്ഷത്തിൽ നിന്ന് ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ വിദ്വേഷത്തിൻ്റെ, പകയുടെ, പ്രതികാര ചിന്തയുടെ, പകരം വീട്ടലിൻ്റെ എല്ലാ ദുഷ്ടാരൂപികളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളും അഴിയട്ടെ കർത്താവേ. ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും വിട്ടുകൊടുക്കാനുള്ളൊരു അഭിഷേകം സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, സഭയിലേക്ക് വ്യാപരിക്കട്ടെ, വ്യക്തി ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യവും അത്ഭുത വിടുതലും വ്യാപരിക്കട്ടെ. ക്ഷമയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. വിശുദ്ധിയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.